ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു തലശ്ശേരി ദം ബിരിയാണി റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. മസാല റെഡിയാക്കുന്നതിനെക്കാട്ടും മുമ്പിട്ട് ഞാനിവിടെ ചിക്കനിൽ ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 6 ഉള്ളി വളരെ കനം കുറച്ചരിഞ്ഞതാണ്. എത്രത്തോളം കനം കുറച്ചരിയാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ കളറ് ഏകദേശം ഈ പരുവമാകുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഒരു 4 തക്കാളി അരിഞ്ഞതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മസാലയിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കണം. ചെറുനാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില, മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക ലോ ഫ്ലെയിമിലിട്ട്. അതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ഇനി റൈസ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും, സൺഫ്ലവർ ഓയിലും. ഇതിലേക്ക് ഇനി ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഗ്രാമ്പു, പട്ട, പെരുംജീരകം ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തത്. അരി ചേർത്ത് നന്നായി ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇതിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പാകത്തിന് കുക്കായി കിട്ടും. ഇടയ്ക്ക് ഇതൊന്ന് ഇതേപോലെ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അടിയിലുള്ളത് മുഴുവനും മുകളിലോട്ട് വരുന്ന വിധത്തിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ആ സമയം തന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം ചെമ്പിലുള്ള ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. മുഴുവനായും മാറ്റിയതിന് ശേഷം ഏറ്റവും അടിയിലായി തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക. മസാല അടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി വെച്ച ചോറ് അതിൻ്റെ മുകളിലേക്കായി ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും മുകളിലായി അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.